ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയിൽ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണയുമായി പ്രതിപക്ഷ എംപിമാർ. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ പലസ്തീനൊപ്പമുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ ഇസ്രായേൽ അനുകൂല നിലപാട് തിരുത്തണമെന്നും എംപിമാർ ആവശ്യപ്പെട്ടു. ദില്ലിയിൽ നടന്ന പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. പലസ്തീൻ ജനതയ്ക്ക് നേരെ ഇസ്രായേൽ തുടരുന്ന വംശഹത്യക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ് പ്രതിപക്ഷ എംപിമാർ അണിനിരന്നത്. ദില്ലിയിൽ നടന്ന പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ ദുരിതം പേറുന്ന പലസ്തീൻ ജനതയ്ക്ക് പ്രതിപക്ഷ എംപിമാർ പിന്തുണയറിയിച്ചു. Apology to the people of Palestine that we have remained silent on crucial junctures. A country whose father of the nation took a position on Palestine much before any world leader could envisage. That's why every year I have been writing, speaking about it. Anyhow, I express my solidarity for the suffering generations of that area. Not only that, the killing of the kids. You cannot even imagine how cruel is that. They were going where to get some bread, so a cup of coffee. There they have bombed. That is the thing going on. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ പലസ്തീനൊപ്പമുണ്ടെന്നും കേന്ദ്ര സർക്കാർ തുടരുന്ന ഇസ്രായേൽ അനുകൂല നിലപാട് തിരുത്തണമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി ആവശ്യപ്പെട്ടു. The first country to recognize Palestine outside the Arab world, abstaining from an vote in UN. So this is the plight of the situation. In this context, we feel that it's the bounden duty of the parliamentarians to come forward, join their hands together to express their solidarity. പലസ്തീനെതിരെ സംസാരിക്കുന്നവർ ചരിത്രം മനസ്സിലാക്കണമെന്നും വർഷങ്ങളായി ഇസ്രായേൽ ആക്രമണത്തിന്റെ ഇരകളാണ് പലസ്തീൻ ജനതയെന്നും പരിപാടിയിൽ പങ്കെടുത്ത ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള എം അബു ഷാവേഷ് പറഞ്ഞു. To give it this historical background, because again, isolating October 7 as if it is the only day in the history is the Israeli, the Zionist propaganda, and the Western propaganda. And there is many things that you, as a parliamentarian, need to hear from the Palestinian side. ഇസ്രായേലിന്റെ ഏകപക്ഷീയ ആക്രമണത്തിനെതിരെ ശബ്ദമുയർത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും എംപിമാർ ആഹ്വാനം ചെയ്തു. ദില്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ 30ഓളം പ്രതിപക്ഷ എംപിമാരാണ് അണിനിരന്നത്. കൈരളി ന്യൂസ്, ദില്ലി.